Welcome to BSc Complementary Electronics Semester 2, and we are seeing chapter number 16, Optoelectronic Devices. And today the topic is photodiode. We discuss photodiode today. അപ്പോൾ നമ്മൾ കാണുന്നത് BSc Complementary Electronics പേപ്പറാണ്. ഇത് സെമിസ്റ്റർ 2 BSc ഫിസിക്സ് മെയിൻകാരുടെ സെമിസ്റ്റർ 2 പേപ്പർ കോംപ്ലിമെൻ്ററി ആണ് ഇലക്ട്രോണിക്സ്. അതിൽ ഫോട്ടോഡയോഡ് എന്നുള്ള ടോപ്പിക്ക്. ഇത് ചാപ്റ്റർ 16 ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസിലുള്ള ഒരു ടോപ്പിക്കാണ് ഫോട്ടോ ഡയോഡ്. സോ ടുഡേയ്സ് ടോപ്പിക് ഈസ് ഫോട്ടോ ഡയോഡ്. വാട്ട് ഈസ് എ ഫോട്ടോ ഡയോഡ്? ദ ഫോളോയിങ് ഫിഗർ ഷോസ് എ സ്കീമാറ്റിക് സിമ്പിൾ ആൻഡ് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് എ ഫോട്ടോ ഡയോഡ്. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഫോട്ടോ ഡയോഡിൻ്റെ സിമ്പിൾ. അതിൽ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ആണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒരു സർക്കിളിനകത്ത് നമ്മൾ ഒരു പി ജംഗ്ഷൻ ഡയോഡ് വരച്ചിരിക്കുകയാണ്. ആനോട് കാതോട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. ആ ഡയോഡിൻ്റെ പുറത്ത് ഒരു 3 ആരോ വരച്ചിട്ടുണ്ട്. അത് ലൈറ്റ് വീഴുന്നത് കാണിക്കുകയാണ്. ഇതാണ് ഒരു ഫോട്ടോ ഡയോഡിൻ്റെ സിമ്പിൾ. ഫോട്ടോ ഡയോഡ് നമ്മൾ ശരിക്കും അറിയാം, ഈ ലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നത്, ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസാണ്. എന്ന് പറഞ്ഞാൽ ഫോട്ടോൺസ് വീണാൽ ഇലക്ട്രോൺസ് സൃഷ്ടിക്കുന്ന ഒരു ഡിവൈസാണ് ഫോട്ടോ ഡയോഡ്. ആ ലൈറ്റ് കറണ്ടാക്കി മാറ്റും. എ ഫോട്ടോ ഡയോഡ് ഈസ് എ പി എൻ ജംഗ്ഷൻ. എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ദാറ്റ് വിൽ കണ്ടക്ട് കറണ്ട് വെൻ എക്സ്പോസ്ഡ് ടു ലൈറ്റ്. This diode is actually designed to operate in the reverse bias mode. It means that larger the intensity of falling light, the greater will be the reverse bias current. ഇപ്പോൾ റിവേഴ്സ് ബയസിങ്ങിൽ വർക്ക് ചെയ്യുന്ന, റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക് റീജിയനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയോഡാണ് ഫോട്ടോ ഡയോഡ്. ലൈറ്റ് വീണാൽ അത് കറണ്ടാക്കി മാറ്റും. കൂടുതൽ ലൈറ്റ് വീണാൽ, ലാർജർ ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫാളിങ്, കൂടുതൽ ലൈറ്റ് വീണാൽ ഗ്രേറ്റർ റിവേഴ്സ് ബയസ് കറണ്ട് ഉണ്ടാകും. Now working a photodiode, it is a reverse biased diode. Reverse current increases as the intensity of incident light increases. This means that reverse current is directly proportional to the intensity of falling light. വീഴുന്ന ലൈറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് ഇതിനകത്തുള്ള റിവേഴ്സ് കറണ്ട്. കൂടുതൽ ലൈറ്റ് വീണാൽ കൂടുതൽ കറണ്ട് ഉണ്ടാകും എന്നുള്ളത് ആണ് ഇതിൻ്റെ പ്രവർത്തന രീതി. It consists of a p-n junction mounted on a p-type substrate. Substrate is a base. It consists of a p-n junction mounted on a p-type substrate and sealed in a metallic case. The junction point is made of transparent lens and it is the window where the light is supposed to fall. അപ്പോൾ ഇതൊരു മെറ്റാലിക് കേസിനകത്തായി വെച്ചിരിക്കുന്നത് ഒരു ലെൻസ് പോലെ, ഒരു ട്രാൻസ്പെറൻറ്റ് ലെൻസ് പോലെ ഒരു പോർഷനുണ്ട്. ആ പോർഷനിലൂടെയാണ് ലൈറ്റ് ഈ ഡയോഡിലേക്ക് പതിക്കുന്നത്. When light falls on the p-n junction, it is absorbed by the junction. This will generate more electron hole pairs, or we can say characteristically the amount of റിവേഴ്സ് കറണ്ട് ഇൻക്രീസസ്. ഇപ്പോൾ ലൈറ്റ് വീഴുമ്പോൾ കൂടുതൽ കറണ്ട് ഉണ്ടാകും. റിവേഴ്സ് ബയസിലായതുകൊണ്ട് നമ്മൾ റിവേഴ്സ് കറണ്ട് എന്ന് പറയും. ഇൻ അതർ വേർഡ്സ്, ആസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ഫാളിംഗ് ലൈറ്റ് ഇൻക്രീസസ്, റെസിസ്റ്റൻസ് ഓഫ് ദി പി ജംഗ്ഷൻ ഡയോഡ് ഡിക്രീസസ്. ലൈറ്റ് വീഴുമ്പോൾ നമ്മൾ ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലിൽ കണ്ട പോലെ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇതതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, വോൾട്ടാമ്പിയർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ വോൾട്ട് കറണ്ടായി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരച്ചിരിക്കുന്നത്. റിവേഴ്സ് ബയസിലാണ് നമ്മൾ ആ കർവെല്ലാം കാണിക്കുന്നത്. അതായത് ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടറിൻ്റെ തേർഡ് ക്വാർട്ടറിലായിട്ടാണ് നമ്മൾ കർവ് വരയ്ക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് Y ആക്സിസ് കീഴ്പോട്ട്, നെഗറ്റീവ് X ആക്സിസ് ഇടത്തോട്ട് വരച്ചിരിക്കുകയാണ്. അവിടെ ഫോർവേഡ് ബയസിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് അവിടെ നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് വളരെ കുറച്ച് മാത്രം റൈറ്റിലേക്ക് കാണിച്ചിട്ടുണ്ട്. ഒരു 0.51 വോൾട്ട്. ലെഫ്റ്റിലേക്കാണ് റിവേഴ്സ് ബയസ് കാണിച്ചിരിക്കുന്നത്. -1, -2 അല്ലെങ്കിൽ -10 ഒക്കെ എഴുതാം. -5, -10 വോൾട്ട് പോലെ ലെഫ്റ്റിലേക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കർവും വരച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് വീഴാത്തപ്പോൾ വളരെ ഫീബിൾ ആയിട്ട് ഒരു കറണ്ട് ഉണ്ടാകും. അതാണ്
ഫസ്റ്റ് കർവ് ടോപ്പ് കർവ് കാണിക്കുന്നത് അത് വൈ ആക്സിനോട് നെഗറ്റീവ് വൈ ആക്സിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അവിടെ വളരെ ഫീബിൾ കറണ്ടാണ് ഉള്ളത്. അത് മൈനോറിറ്റി കാരിയർ മൂലമുള്ള കറണ്ടാണ്. അതിനെ ഡാർക്ക് കറണ്ട് എന്ന് പറയും. ലൈറ്റ് വീഴാത്തപ്പോൾ ഇത്തരം ഫോട്ടോ ഡയോഡുകൾ തരുന്ന വളരെ കുറവ് കറണ്ടിനെ, റിവേഴ്സ് കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡാർക്ക് കറണ്ട്. പിന്നെ ലൈറ്റ് വീഴുന്നതിനൊപ്പിച്ച് കറണ്ട് കൂടുന്നതാണ് മറ്റ് കർവുകൾ കാണിക്കുന്നത്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇവിടെ 100, 200, 300, 100, 200, 300 അങ്ങനെയുള്ള ലൂമൻ പെർ മീറ്റർ സ്ക്വയറിലുള്ള ലൈറ്റ് കാണിച്ചിട്ടുണ്ട്. കറണ്ട് വേവ്പോർട്ടിങ്ങിൽ ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ലൈറ്റ് പ്രത്യേക അളവിൽ പതിക്കുമ്പോൾ നമുക്കിവിടെ കറണ്ട് മില്ലി ആംപിയർ കറണ്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് കീഴ്പോട്ട് നമ്മൾ നെഗറ്റീവ് വൈ ആക്സിൽ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിൽ റിവേഴ്സ് വോൾട്ടേജ് കാണിക്കും, നെഗറ്റീവ് വൈ ആക്സിൽ റിവേഴ്സ് കറണ്ട് കാണിക്കും. ലൈറ്റ് കൂടുതൽ വീഴുന്നതനുസരിച്ചിട്ട് ആ കറണ്ട് കൂടുന്നത് കാണാം. ഇപ്പോൾ ലൂമൻ പെർ മീറ്റർ സ്ക്വയറിൻ്റെ റെപ്രസെൻറ്റേഷൻ അവിടെ ഇല്ല. അത് ഈ കർവിൻ്റെ ഇടത്തെ അറ്റത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അതിവിടെ കാണിച്ചിട്ടില്ല. A photodiode continually operates in a reverse bias mode. The characteristics of the photodiode are shown clearly in the following figure. In the above figure, that the photocurrent is nearly independent of the reverse bias voltage which is applied. റിവേഴ്സ് ബയസ് വോൾട്ടേജിനെ ഈ കറണ്ട് ആശ്രയിക്കുന്നില്ല. കറണ്ട് ആശ്രയിക്കുന്നത് പൂർണ്ണമായും അതിൽ പതിക്കുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റി അളവിനെയാണ്. ഫോർ സീറോ ലൂമിനസെൻസ്, ലൈറ്റ് ഇല്ല എങ്കിൽ ഫോർ സീറോ ലൂമിനസെൻസ് ദ ഫോട്ടോ കറണ്ട് ഈസ് ആൽമോസ്റ്റ് സീറോ എക്സ്ക്ലൂഡിങ് ഫോർ സ്മോൾ ഡാർക്ക് കറണ്ട്. ഒട്ടും ലൈറ്റ് വീഴുന്നില്ലെങ്കിൽ അതിനകത്ത് വളരെ ഫീബിൾ കറണ്ടാണ്. അത് ഡാർക്ക് കറണ്ട് എന്ന് പറയും. ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ് ഇറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് നാനോ ആംബിയർ. ഈ ഡാർക്ക് കറണ്ട് നാനോ ആംബിയർ ഓർഡറിലാണ്. ആസ് ഒപ്റ്റിക്കൽ power rises, the photocurrent also rises linearly. The maximum photocurrent is incomplete by the power dissipation of the photodiode. The maximum photocurrent is incomplete. ഇപ്പോൾ മാക്സിമം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബൈ ദി പവർ ഡിസിപ്പേഷൻ, കുറേ പവർ അതിനകത്തുനിന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. അപ്പോൾ വീഴുന്ന ലൈറ്റ് കംപ്ലീറ്റ് പവറായിട്ട് ഇലക്ട്രിസിറ്റിയായിട്ട് മാറത്തില്ല. കുറച്ച് പവർ ഡിസിപ്പേഷൻ, പവർ പ്രൊഡക്ഷൻ ആൻഡ് പവർ ലോസ് അതിനകത്ത് സംഭവിക്കും. അടുത്തൊരു പോയിന്റ് അഡ്വാൻറ്റേജസ് ഫോട്ടോ ഡയോഡാണ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ കൂടെ ഫോട്ടോ ഡയോഡിൻ്റെ കൂടെ സാധാരണ ചോദിക്കാറുള്ളതാണ്. വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്, വാട്ട് ആർ ഇറ്റ്സ് ഡിസഡ്വാൻറ്റേജസ്, ഗീവ് സം യൂസസ്. അങ്ങനെയുള്ള ഈ സിമിലർ ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലായിടത്തും കാണാവുന്നതാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഫോട്ടോ ഡയോഡ്. ദ ലീനിയാരിറ്റി ഓഫ് ദി ഡയോഡ് ഇസ് ഗുഡ് വിത്ത് റെസ്പെക്ട് ടു ഇൻസിഡൻറ്റ് ലൈറ്റ്. ഈ ലൈറ്റ് വീഴുന്നതിനൊപ്പിച്ച് കറണ്ട് കൂടുന്നതിൻ്റെ ആ രീതി അത് വളരെ നല്ലതാണ്. അപ്പോൾ ലീനിയാരിറ്റി ഇസ് ഗുഡ്. നോയ്സ് ഇസ് ലോ, നോയ്സ് വോൾട്ടേജ് ഇല്ല. ദ റെസ്പോൺസ് ഈസ് വൈഡ് സ്പെക്ട്ര, വളരെ കൂടിയ ഇൻറ്റൻസിറ്റിയിൽ, വളരെ കൂടിയ വേവ് ലെങ്തിൽ ഇത് വർക്ക് ചെയ്യും. റഗ്ഡ് മെക്കാനിക്കൽ, നല്ല ഈട് നിൽക്കുന്ന ഒരു ഡിവൈസാണ്. പെട്ടെന്ന് കേടുവരത്തില്ല. ലൈറ്റ് വെയ്റ്റ് ആൻഡ് കമ്പാക്റ്റ്, ഭാരക്കുറവാണ്. കൊണ്ടു നടക്കാവുന്ന കോമ്പാക്റ്റ്, ഒതുങ്ങിയ ടൈപ്പ് ഡിവൈസാണ്. ലോങ് ലൈഫ്, വളരെ നാൾ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻസ് in photo detectors, in detectors of smoke, monitors for blood gas, particle made of solar cells, panels made of solar cells. സോളാർ സെൽ പാനൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സോളാർ സെൽ എന്ന് നമുക്കറിയാം. സോളാർ സെൽ ഏറ്റവും കൂടുതൽ ഇന്ന് ആപ്ലിക്കേഷനുള്ള ഡിവൈസാണ്. അതിനകത്ത് പാനലായിട്ട് ഈ ഫോട്ടോ ഡയോഡാണ് ഉപയോഗിക്കുന്നത്. Logic circuits are a type of circuit where this is used. In circuits for detection അല്ലെങ്കിൽ demodulation അവിടെ ഉപയോഗിക്കാറുണ്ട്. സർക്യൂട്ട്സ് ഫോർ ക്യാരക്ടർ റെക്കഗ്നിഷൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ നേരത്തെ LED പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോ ഡയോഡ് പഠിക്കുകയാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും റിവേഴ്സായിട്ട്, ഒന്നിൻ്റെ ഓപ്പോസിറ്റ് പ്രവർത്തനമാണ്.
ഉള്ളത് എൽ ഇ ഡിയുടെ പ്രവർത്തനം എന്താണ്? അതിന് ഓപ്പോസിറ്റ് പ്രവർത്തനമാണ് ഫോട്ടോ ഡയോഡിൻ്റെ. എൽ ഇ ഡി നമുക്ക് കറണ്ട് അയക്കുമ്പോൾ ലൈറ്റ് പുറത്തേക്ക് തരും. ഫോട്ടോ ഡയോഡ് നമ്മൾ ലൈറ്റ് കൊടുക്കുമ്പോൾ കറണ്ട് പുറത്തേക്ക് തരും. അങ്ങനെയാണ്. വാട്ട് ഡിഫറൻസ് ഈസ് ഷെയ്ഡ് ബിറ്റ്വീൻ എൽ ഇ ഡി ആൻഡ് ഫോട്ടോ ഡയോഡ്? എന്താണ് വ്യത്യാസം? The technology that is used in these two things is reverse of each other. രണ്ടും വിപരീതം. രണ്ടിലെ ടെക്നോളജി ഓപ്പോസിറ്റ് ടെക്നോളജിയാണ്. LED has the power of generating light with the help of carriers that are charged, whereas photodiodes have the ability to generate current for the presence or by absorbing photons. In more simple words, it can be stated that LED converts current into light energy, and the main purpose of photodiode are to convert light energy into electrical current. അപ്പോൾ എൽ ഇ ഡി കറണ്ടിനെ ലൈറ്റാക്കി മാറ്റും, ഫോട്ടോ ഡയോഡ് ലൈറ്റിനെ കറണ്ടാക്കി മാറ്റും. അതാണ് വ്യത്യാസം. അപ്പോൾ അതത്രയും ഫോട്ടോ ഡയോഡ് അവിടെ കൂടെ തിരികെയാണ്. ഇനി മറ്റൊരു ഡയോഡുണ്ട്, പിൻ ഡയോഡ് എന്ന് പറയും, PIN ഡയോഡ്. അപ്പോൾ ഒരു PIN ജംഗ്ഷൻ തന്നെ നടുക്ക് ഒരു ഇൻസുലേറ്റിംഗ് ലെയർ, മിക്കവാറും പ്യൂർ സിലിക്കണോ വല്ലതായിരിക്കും, ഒരു ഇൻസുലേറ്റിംഗ് ലെയർ വെക്കും. ഇതാണ് പിൻ ഫോട്ടോ ഡയോഡ്. അതായത് പി സെക്ഷൻ, ഇൻസുലേറ്റർ സെക്ഷൻ, N സെക്ഷൻ, 3 സെക്ഷനുള്ള ഒരു ഡയോഡിനെയാണ് നമ്മൾ പിൻ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. ഒരു പിൻ ഫോട്ടോ ഡയോഡ് കാണിച്ചിരിക്കുകയാണ്. ലെഫ്റ്റിലെ പി ടൈപ്പ് മെറ്റീരിയൽ, റൈറ്റിലെ N ടൈപ്പ് മെറ്റീരിയൽ ഇടയ്ക്കാണ് ആ ഇൻസുലേറ്റിംഗ് പോർഷൻ വെക്കുന്നത്. ഇവിടെ കൊടുക്കുന്ന ബയസിങ് വോൾട്ടേജ് മുകളിൽ കാണിച്ചിട്ടുണ്ട്. പിയിലേക്ക് നെഗറ്റീവ്, റിവേഴ്സ് ബയസാണ് ചെയ്യുന്നത്. റൈറ്റിലേക്ക് പോസിറ്റീവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരു PN ജംഗ്ഷൻ തന്നെ ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റർ ലെയർ ഉണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. They are used in photo detectors. ഇവയും ഫോട്ടോ ഡിറ്റക്ടറായിട്ട് ഉപയോഗിക്കുന്നവയാണ്. They are used in photo detectors and photovoltaic cells. വോൾട്ടൈക് നേരിട്ട് വോൾട്ട എന്ന് വായിക്കും. And the pin photodiodes are used for fiber optic network cards and switches. These diodes are effectively used for RF protection circuits, and they can also be utilized as an RF switch. ഒരു റേഡിയോ ഫ്രീക്വൻസി സ്വിച്ചായിട്ട്, ഹൈ ഫ്രീക്വൻസി സ്വിച്ചായിട്ട് ഈ PIN ഡയോഡിനെ നമുക്ക് യൂസ് ചെയ്യാം. The PIN photodiode is also used to detect X-rays and gamma ray photons. ഗാമാ റേ ഫോട്ടോൺസ് കണ്ടെത്താനും എക്സ്റേ ഡിറ്റക്ട് ചെയ്യാനും ഒക്കെ ഈ PIN ഡയോഡ് ഉപയോഗിക്കാറുണ്ട്. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് PIN ഡയോഡ്? പിൻ ഡയോഡിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ദ ഓപ്പറേറ്റിംഗ് പ്രിസെപ്റ്റ് ഓഫ് ദി പിൻ ഡയോഡ് റിവോൾവ്സ് അറൗണ്ട് ദി 3-layer semiconductor shape comprising of P-type, high quality, intrinsic, undoped or lightly doped, and N-type, നെഗറ്റീവ് ലെയർ. അപ്പോൾ ഒരു P-type ഉണ്ട്, അത് ഹൈലി ഡോപ്ഡ് ആണ്, ഇടയ്ക്കൊരു ഇൻട്രിൻസിക് ലെവൽ സിലിക്കൺ, പ്യൂർ സിലിക്കൺ, അപ്പോൾ ഒരു ഇൻസുലേറ്റർ ലെവലാണ് പ്രവർത്തിക്കുന്നത് ആൾമോസ്റ്റ്. പിന്നെ അവസാനം ഒരു N-type. ഇത് ഇൻട്രിൻസിക് ലെയർ, ഇറ്റ്സ് എ ഇമ്പോർട്ടൻ്റ് വൺ. Vital to its operation, acts as a variable resistor in response to an implemented voltage. അതായത് അത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരു വേരിയബിൾ റെസിസ്റ്ററായിട്ടാണ് ആ ഇടയ്ക്കുള്ള ഇൻസുലേറ്റർ പ്രവർത്തിക്കുന്നത്. ഇൻസുലേറ്ററാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ. അപ്പോൾ എസ് എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത് ഇതാണ്. ഫോട്ടോ ഡയോഡ് എസ് ആയിട്ട് ചോദിക്കാം. എക്സ്പ്ലെയിൻ ദി കൺസ്ട്രക്ഷൻ, ആക്ഷൻ ആൻഡ് PI characteristics of a photodiode. Short answer, the advantages of photodiode. Number 3, mention some applications of photodiode. What is a pin photodiode?
PIN diode, PIN diode. That is all with your class number E16. We continue our topic. Thank you.